വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ മാൻ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓഷിമാൻ, റാഷ്ഫോർഡ്, കസമീറോ, സിർക്സി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ കൊളോമാനിയായിട്ട് യുണൈറ്റഡുമായി ഇപ്പോൾ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞത് വേറെ ആരുമല്ല, ട്രാൻസ്ഫർ ഗുരുവായ ഡേവിഡ് ഓൺസ്റ്റീൻ ആണ്. അപ്പോൾ ടോട്ടനത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്, യുവൻറ്റസിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കൊളോമാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാർട്ടിൻസ് തടഞ്ഞ ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലെ ഷോട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതിന് ശേഷം പുള്ളിക്കാരൻ ഫ്രാങ്ക്ഫർട്ടിലൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട്പുട്ടൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം PSG വന്നതിന് ശേഷം നമ്മൾ സ്റ്റാറ്റ്സൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത്ര വലിയ ഔട്ട്പുട്ടൊന്നുമില്ല. പക്ഷേ ഈ കൊളോമാനി വളരെയധികം റേറ്റ് ചെയ്യപ്പെടുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറി എൻട്രിയുടെ ഒരു ടൈപ്പ് പ്ലെയർ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. പുള്ളിക്കാർ ഒരു വിങ്ങർ ആയിരുന്നതിന് ശേഷം ഒരു സ്ട്രൈക്കറായിട്ട് മാറിയതാണ്. അപ്പോൾ അങ്ങനെ വിങ്ങിലും കളിക്കാൻ പറ്റും, സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റും. അത്യാവശ്യം സ്കിൽഫുള്ളാണ്, ഹൈറ്റ് ഉണ്ട്, 6'2" ഹൈറ്റ് ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത്ത്, ഡ്രിബ്ലിങ്, ഇങ്ങനെ കാര്യങ്ങൾ, അതുപോലെ എക്സ്പ്ലോസീവാണ്. ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ കണക്കിലാക്കിയിട്ടാണ് ഇവനിങ്ങനെ പറയുന്ന പല ക്ലബ്ബുകളായിട്ട് ലിങ്ക് വരുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കലി ഗോൾസ് ആൻഡ് അസിസ്റ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അത്രയ്ക്ക് അധികമൊന്നും PSG വെച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ അതാണ് കൊളോമാനിയുടെ കേസ്. ഇപ്പോൾ ഇത് നമുക്ക് സിർക്സിനൊക്കെ സൈൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഹോയിലൻഡിനൊക്കെ സൈൻ ചെയ്ത സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുള്ളൊരു പേരാണ് കൊളോമാനി. അപ്പോൾ അങ്ങനെ വീണ്ടും കൊളോമാനിയുടെ പേര് വന്നിട്ടുണ്ട്. മേ ബി ഇവിടുന്ന് സിർക്സിയോ അല്ലെങ്കിൽ റാഷ്ഫോർഡൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് കൊണ്ടുവരാനായിരിക്കും ഒരു പക്ഷേ കൊളോമാനിയായിട്ട് നമ്മൾ ലിങ്ക് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നോക്കാം, എങ്ങനെയാണ് അവൻ്റെ ഓവറോൾ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് കസമീറോയുടെ കാര്യമാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വരുന്നുണ്ട് കസമീറോ ഈസ് അപ്പ് ഫോർ സെയിൽ. അപ്പോൾ അതായിരിക്കും കസമീറോനെ ഒരുപക്ഷെ കളിപ്പിക്കാത്തത്. ഈ റീസെൻ്റ്ലി ആണെങ്കിൽ അമോറിമിൻ്റെ അണ്ടറിൽ കസമീറോ വളരെ കുറച്ച് മത്സരങ്ങളിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് പ്ലേയിങ് ടൈമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അമോറിമിനകത്ത് താല്പര്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസമീറോ ഈസ് അപ്പ് ഫോർ സെയിൽ. അപ്പോൾ സൗദി ക്ലബ്ബുകളുടെ പേരാണ് പറയുന്നത്. സൗദി ക്ലബ്ബുകൾ എസ്പെഷ്യലി അൽ നാസറിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജേക്കബ്സ് ബെൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് 25 മില്യൺ വരെ മുടക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 25 മില്യൺ എങ്കിൽ 25 മില്യൺ കസമീറോ. അമോറിമിന് താല്പര്യമില്ലെങ്കിൽ പോട്ടെ, അതിന് പകരം വേറെ ഏതെങ്കിലും എനർജറ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഗാർട്ടോടൊപ്പം കളിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഒരു എന്താ പറയുക, ഒരു കമവിങ്കാനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിലെ പെർഫോമൻസ്. സോ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ പാട്രിക് ഡോർഗു എന്ന് പറയുന്ന ലെച്ചയുടെ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടും ഫബ്രിസിയോ റൊമാനോ ത്രൂ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലെയർ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നുനോ മെൻഡസിൻ്റെ കാര്യം വേറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെലിഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് നുനോ മെൻഡസിന് വേണ്ടിയിട്ട് യുണൈറ്റഡിന് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ടെലിഗ്രാഫ് പറയുന്ന ജെയ്സൺ ബർട്ടാണ് ടെലിഗ്രാഫിൻ്റെ, അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിമിന് ഫസ്റ്റ് സൈനിങ് ആയിട്ട് കൊണ്ടുവരാൻ താല്പര്യം നുനോ മെൻഡസിനെയാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡർ വിങ് ബാക്കാണ്. അപ്പോൾ ഏതെങ്കിലും വിങ് ബാക്ക് വേണേൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിൽ സൈൻ ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന പോലെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഈ ഡോർഗുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല, വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഇപ്പോൾ ഇത് എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഡോർഗു ആയിട്ടാണ് ഇപ്പോൾ ഒരു ലിങ്ക് ഉള്ളത്. സോ പിന്നെ മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിർക്സിയുടെ കാര്യമാണ്. സിർക്സി ആയിട്ട് യുവൻറ്റസിന് കാര്യമായിട്ട് ഇൻട്രസ്റ്റ് വരാൻ കാരണം വേറെ ഒന്നുമല്ല, തിയാഗോ മൊട്ട. അപ്പോൾ അദ്ദേഹം ബൊളോണയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ യുവൻറ്റസിലെ മാനേജർ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുവരാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ലോൺ ഡീലൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ യുണൈറ്റഡിന് ലോൺ ഡീൽ ചെയ്യാനും താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ യുണൈറ്റഡിന് താല്പര്യമുള്ളൂ. അപ്പോൾ അതാണ് സിർക്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് മേ ബി അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ അലക്സ് ക്രൂക്കിൻ്റെ റിപ്പോർട്ട് കണ്ടിരുന്നു, വ്ലാഹോവിച്ചിന് യുണൈറ്റഡിന് വേണ്ടി ഓഫർ ചെയ്തു സിർക്സി സ്വാപ്പ് ഡീലിനെ പറ്റി. അങ്ങനെ വന്നു. ഈ വ്ലാഹോവിച്ച് ആണെങ്കിലും യുവൻറ്റസിൽ പോയതിന് ശേഷം അത്രയധികം സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊന്നും നമ്മൾ വ്ലാഹോവിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില സമയത്ത് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ ലോക്തർ ഓഷിമാൻ്റെ പേരിലും ഇങ്ങനെ ലിങ്കുകൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഓഷിമാൻ്റെ ഏജൻറ്റ് എന്തോ മൂവിന് വേണ്ടി കുറേ കളികളൊക്കെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിലുള്ളൊരു റെഡ് ഷർട്ടിൽ അധികം വൈകാതെ കാണാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യത, അല്ലെങ്കിൽ റെഡ് ഷർട്ട് ഇടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ലിവർപൂൾ, യുണൈറ്റഡ്, ആഴ്സണൽ, ഈ 3 ക്ലബ്ബിലാണ്. അപ്പോൾ ലിവർപൂൾ എന്തായാലും സൈൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെയുള്ളത് ആഴ്സണലാണ്, യുണൈറ്റഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ
ഓഷിമാനായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായും സെയിൽസ് ഒന്നും ഇല്ലാതെ ഓഷിമാനെ സൈൻ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. കാരണം പ്രൂവൺ സ്ട്രൈക്കറാണ്. ഓഫ് കോഴ്സ് നമുക്കൊരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള സംഗതികൾ എന്നുള്ള കാര്യം എന്തായാലും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മെൻഷൻ ചെയ്യാനുള്ളത് റാഷ്ഫോർഡിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞൊരു കാര്യമാണ്, റാഷ്ഫോർഡ് സൗദി ക്ലബ്ബുകളിൽ നിന്ന് വന്ന ഓഫറൊക്കെ റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഫേക്ക് ന്യൂസാണെന്നുള്ള രീതിയിൽ ഓൺസ്റ്റീൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ AC മിലാൻ വേറെ ക്ലബ്ബുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ മറ്റ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ റാഷ്ഫോർഡ് പോകുമായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കായിരിക്കും നമ്മൾ കോളോമാനിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയറിനെ കൊണ്ടുവരാൻ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് നാപ്പോളിയുടെ ക്വററ്റ്ഷീലിയൊക്കെ ആയിട്ട് സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നാപ്പോളിക്ക് റാഷ്ഫോർഡിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓഷിമാനെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെ നോക്കാമെന്ന്. പക്ഷേ നാപ്പോളിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പിന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോ നാപ്പോളി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റാഷ്ഫോർഡ്. നാപ്പോളിയാണ് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു സാധ്യത കണ്ടൊരു സ്ഥലം എന്ന് പറയുന്നത് നാപ്പോളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോണ്ടയ്ക്ക് ഇംഗ്ലീഷ് പ്ലേയേഴ്സിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിരുന്നു. അപ്പോൾ അതെന്തായാലും നടക്കില്ല. വേറെ ക്ലബ്ബുകൾ എന്തെങ്കിലും വരേണ്ടി വരും റാഷ്ഫോർഡിന് വേണ്ടിയിട്ട്. സോ ഗായ്സ്, അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് അമാദ് ഡിയാലോ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പോകണമെന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ എന്നുള്ള രീതിയിലൊക്കെ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു നല്ലൊരു കാര്യമാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.